ഇതവിടെ പോയി കിടക്കുക. എന്റെ അമ്മാനെ ഇപ്പെങ്കിലും ഞാൻ വന്നല്ലോ. രാവിലെ മുതൽ ഇങ്ങോട്ട് പോരൂന്ന് ഒരുക്കിയതാ. അതെങ്ങനെയാ അമ്മ വിടണ്ടേ? ഈടെയായിട്ട് അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനാ. രാവിലെ കഞ്ഞ പറഞ്ഞിട്ടാ ഇങ്ങോട്ടല്ലേ വിട്ടേ. ശരിയാടാ, എനിക്കും 2 മണിക്കൂറത്തെ പരോൾ കിട്ടാൻ ഉമ്മാന്റെ കാല് പിടിക്കേണ്ടി വന്നു. എത്ര ദിവസമായി ഒന്ന് സന്തോഷത്തോടെ കളിച്ചിട്ട്. അമ്മയോട് പറഞ്ഞു കേട്ടു പണ്ടത്തെ കാലത്തെ സ്നേഹത്തെ കുറിച്ചും ഒരുമയെ കുറിച്ചും എല്ലാം. ഞാൻ ആലോചിക്കായിരുന്നു, പണ്ടത്തെ കാലത്തെ ആളുകളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ, ഓലൊക്കെ എത്ര സന്തോഷത്തോടെ കളിച്ചു വളർന്നവരാ അല്ലേ? ശരിയാടാ, എന്റെ ഉമ്മ പറയാറുണ്ട് നിന്റെ അച്ഛൻ കുമാരേട്ടൻ എന്റെ ഉമ്മാന്റെ സ്വന്തം ആങ്ങളെയാണെന്ന്. അതെങ്ങനെയാടാ? നമ്മൾ രണ്ടുപേരും 2 ജാതിയിൽപ്പെട്ടവരല്ലേ, പിന്നെ എങ്ങനെയാടാ ആങ്ങളെയും പെങ്ങളാന്ന്? ജാതിയൊക്കെ 2 തന്നെ. പക്ഷേ എന്റെ ഉമ്മാമയും പറയാറുണ്ട് നിന്റെ അച്ഛൻ കുമാരേട്ടനും എന്റെ ഉമ്മ സുബൈദയും ആങ്ങളെയും പെങ്ങളുമാണെന്ന്. അല്ലടാ, ഞാൻ പറയുന്നൊന്ന് നീ ഒന്ന് കേൾക്ക്. നിന്റെ അച്ഛമ്മ പണിക്ക് പോകുമ്പോ കുഞ്ഞിനെ എന്റെ ഉമ്മാമാനെ ഏൽപ്പിക്കാറേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ, ഞാൻ നേരെ പറ. ചുരുക്കി പറഞ്ഞ എന്റെ ഉമ്മാമയാ നിന്റെ അച്ഛൻ കുമാരേട്ടനെയും എന്റെ ഉമ്മ സുബൈദനെയും മൊലിയൂട്ടിയതേ. അപ്പോ ഓര് തമ്മിലുള്ള ബന്ധം എന്നാ? ഒരമ്മയുടെ മടപ്പാല് കുടിച്ച് വളർന്നു കരുതി ഹിന്ദു മുസ്ലിം എങ്ങനെയാടാ ആങ്ങളെ പെങ്ങളാന്നേ? അരുണേ, നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവർ ആരായാലും അവർ ഏത് ജാതി ആയാലും ആങ്ങളെയും പെങ്ങളുമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്രയും വിശാലമാണോ മതവിശ്വാസങ്ങൾ? എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അതൊക്കെ പഴയ കഥ. ഇക്കാലത്ത് ഇതൊക്കെ ആര് ചിന്തിക്കാനാ? നീ ഇത് പറഞ്ഞപ്പോയാ എന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നേ. എന്ത് പുളുവാടാ നീ തട്ടിവിടാൻ നോക്കുന്നേ? പുളുവെന്നല്ലടാ, നമ്മളെ സതീശൻ മാഷ് നമുക്കൊരു പ്രോജക്ട് വർക്ക് തന്നത് ഓർമ്മയില്ലേ? ഓ എടാ, ഞാനത് ഇതുവരെ തുടങ്ങിയിട്ടും കൂടിയില്ല. അല്ലേ തന്നെ, നീ ഏത് കാര്യം ഒന്ന് നേരെ ചൊവ്വേ ചെയ്യാറ്. നീ വലിയൊരു പഠിപ്പിച്ചു തന്നെയാ. ഞാൻ ആ പ്രോജക്ട് വർക്കിനെ കുറിച്ച് എന്റെ അച്ഛനോട് പണ്ടത്തെ കാലത്തെ ഗതാഗത സൗകര്യത്തെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയാ, ഓ നീ ഒന്ന് ചുരുക്കി പറ. കർക്കിടക മാസത്തിലെ ഒരു രാത്രി നരിച്ചീരുകൾ ചിറകടിച്ചു പറക്കുന്നു, ചീവീടുകൾ ചിലിക്കുന്നു. നീ എന്താടാ നാടകം കളിക്കാ? എടാ അൻവറ, ഒരു കാര്യം ഗൗരവത്തിൽ പറയുമ്പോ നേരെ ശ്രദ്ധിക്കണം. 40 വർഷം മുമ്പുള്ള കഥയാ എന്റെ അച്ഛൻ പറഞ്ഞത്. അന്നീ നാട്ടിൽ റോഡില്ല, കാറില്ല, ബൈക്കില്ല, ഈ കാണുന്നൊരു പുരോഗതി ഇല്ല. അങ്ങനെയൊക്കെ ഒരു ദിവസം എന്റെ വല്യപ്പാക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. എന്നിട്ട് അയ്യാണെങ്കിൽ കോരച്ചെറിയുന്നു. എന്നിട്ട് ഓരോ കത്തിലിരുത്തി 5 കിലോമീറ്റർ അകലെയുള്ള വൈദ്യരെ കാണിക്കാൻ കൊണ്ടുപോയത് ആരെന്നറിയോ? ആരാ? എന്റെ അച്ചാച്ചനും ഓരനിയനും കൂടിയാ. ഓർക്കുണ്ടായിരുന്നു ജാതിയോ മതോ ഒക്കെ മരിക്കണവരെ കണ്ണടച്ച് സംസാരിച്ചിട്ട് കൂടിയില്ല. എടാ അരുണേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചു. കാറും റോഡും ആശുപത്രിയും ഒക്കെയായി. എന്നാൽ പുരോഗമിക്കാത്തത് ഒന്ന് മാത്രം, നമ്മുടെയൊക്കെ മനസ്സ്.
ചെറുകറ്റ് പോകുന്ന ബാല്യങ്ങൾ, വിധവകളായി തീരുന്ന ജീവിതങ്ങൾ നമുക്ക് ഇവിടെ നിർത്താം. നമ്മുടെ നാടിനെ സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു പുതിയ തുരുത്തിലേക്ക് അതിവേച്ച് കൊണ്ടുപോകാം.